DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചക എണ്ണയ്ക്ക് വില കുതിക്കുകയാണ്. സൺഫ്ലവർ ഓയിലിന് ഒരാഴ്ചയ്ക്കകം 4 മുതൽ 5 രൂപ വരെയാണ് കൂടിയത്. സൺഫ്ലവർ, റൈസ് ബ്രാൻഡ് ഓയിൽ മിശ്രിത എണ്ണകൾക്ക് ലിറ്ററിന് 10 രൂപ വരെയാണ് വർദ്ധിച്ചത്. അടുത്ത അറിയിപ്പ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിക്കുന്നത് തടയാനായി മോട്ടോർ വാഹന വകുപ്പും പോലീസും അതീവ ഗൗരവമായ നിയമ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വാഹനമോടിച്ച് പിടിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം കുട്ടികളിൽ മാത്രം ഒതുങ്ങാതെ വാഹനത്തിൻ്റെ ഉടമയിലേക്കും കുട്ടിയുടെ രക്ഷിതാക്കളിലേക്കും നീളും. നിലവിലെ നിയമപ്രകാരം ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന വാഹന ഉടമയ്ക്കോ രക്ഷിതാവിനോ 3 വർഷം വരെ തടവ് ശിക്ഷയും കനത്ത തുക പിഴയും ലഭിക്കാവുന്നതാണ്. കൂടാതെ കുറ്റം ചെയ്യുന്ന കുട്ടികൾക്ക് 25 വയസ്സ് തികയുന്നതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അനുവാദമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്നതും നഷ്ടപരിഹാര തുക ഉടമയോ രക്ഷിതാവോ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരുമെന്നതും നിയമം കൂടുതൽ കർശനമാക്കുന്നു. അടുത്തറിയിപ്പ്, റംസാൻ പ്രമാണിച്ച് സപ്ലൈകോ റംസാൻ നിലാവ് സ്പെഷ്യൽ കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുവിപണിയിൽ ഏകദേശം 1200 രൂപയോളം വില വരുന്ന 15 സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് കേവലം 786 രൂപയ്ക്കാണ് സപ്ലൈകോ വഴി ലഭ്യമാകുന്നത്. കിറ്റിൽ ശബരി ബ്രാൻഡിൻ്റെ അരിപ്പൊടി, പുട്ടുപൊടി, മസാലകൾ, റവ, പഞ്ചസാര, ചായപ്പൊടി തുടങ്ങി പാചകത്തിന് അത്യന്താപേക്ഷിതമായ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. മാർച്ച് 20 വരെയാണ് റംസാൻ കിറ്റ് സപ്ലൈകോ വഴി ലഭ്യമാകുക. അതോടൊപ്പം റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം 1 ലിറ്റർ മണ്ണെണ്ണ അധികമായി അനുവദിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്ന മാർച്ച് 11 വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. മുൻപ് എല്ലാ നടപടികളും പൂർത്തിയാക്കിയവരാണെങ്കിലും നിലവിൽ EKYC, ലാൻഡ് സീഡിംഗ്, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവ കൃത്യമാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കണം. പണ്ട് ഇവയെല്ലാം ശരിയായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ പണം ലഭിക്കുമെന്ന് കരുതരുത്. കാരണം പുതിയ നിയമങ്ങൾ പ്രകാരം പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും യെസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഗുണഭോക്താക്കൾ ഉറപ്പുവരുത്തണം. നിലവിൽ മുടങ്ങിപ്പോയ പേയ്മെൻറ്റുകൾ PFMS പോർട്ടൽ വഴി അപ്ഡേറ്റ് ആകാൻ പോകുകയാണ്. ഇതിലൂടെ 2022 മുതൽ മുടങ്ങിയ തുകകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് വിധവ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഈ മാസം 30-നകം പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന നോൺ റീമാരേജ് സമർപ്പിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ഏപ്രിൽ മുതൽ പെൻഷൻ മുടങ്ങുവാൻ സാധ്യതയുണ്ട്. വില്ലേജ് ഓഫീസർ നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിച്ച് വാങ്ങാം. തുടർന്ന് ഇത് ആധാർ കോപ്പി സഹിതം അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ പെൻഷൻ വിഭാഗത്തിൽ ഏൽപ്പിക്കണം. അതോടൊപ്പം ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത 3 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ എത്രയും വേഗം അത് സമർപ്പിക്കുവാനും ശ്രദ്ധിക്കുക. രേഖകൾ സമർപ്പിച്ചവർ സേവന വെബ്സൈറ്റിൽ തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം. മാർച്ച് 30-ന് ശേഷം ഉദ്യോഗസ്ഥർ ഇവ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.